മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി വീണ്ടും വന്നു കേട്ടാ. ഇന്ന് അടിപൊളി ഒരു മീൻ വറുത്തതിന്റെ റെസിപ്പിയാണ്. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ അത് പറയണത്. അതായത് മീൻ വറുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മമ്മിയൊക്കെ പണ്ടൊക്കെ വെറുതെ ഉപ്പും മുളകും മഞ്ഞളും കൂട്ടി തിരുമ്പി അങ്ങനെ കുറച്ചേരം വെച്ചിട്ട് വറക്കാറുണ്ട്. പക്ഷെ മമ്മിക്ക് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി നല്ല സൂപ്പറായിട്ടാണ് മീൻ വറക്കാറ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് മമ്മി പറയണത്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് മാന്തളാണ്. ഏത് മീൻ വെച്ചിട്ട്, അതായത് ഉണക്കമാന്തള, പച്ചമാന്തള ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ വറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണാം. നമുക്ക് അടിപൊളി മീൻ വറുത്തത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ മമ്മിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാന്തളാണ്. അതായത് നല്ല വലുപ്പമുള്ള മാന്തളാട്ടാ. അപ്പൊ ഇതൊക്കെ നല്ല പോലെ വൃത്തിയാക്കി കഴുകി എടുത്ത് കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഈ മാന്തൾ വെച്ചിട്ടാണ് മമ്മി ഇന്ന് ഇത് വറക്കാൻ പോണത്. നിങ്ങൾക്ക് മാന്തളല്ല, നമുക്ക് എന്ത് മീൻ കിട്ടിയാലും നമുക്ക് മീനായാൽ മതി നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ ഒരു മസാല കൂട്ട് ശരിയാക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മമ്മി ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതായത് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ചുവന്നുള്ളി, കുറച്ച് ഒരു 10-20 എണ്ണം, വളരെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഇത്ര എടുത്തിരിക്കണേ. പിന്നെ നമുക്ക് വളരെ കുറവ് മീനുള്ളൂ. അപ്പം നിങ്ങൾ മീനിൻ്റെ അളവ് അനുസരിച്ച് ഈ മസാലകളൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 എതള് കറിവേപ്പില, ഒരേ ഒരു പച്ചമുളക്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ പച്ചമുളക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് അരയ്ക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകം, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് ഗരം മസാല വേണ്ട, അതിന് പകരമാണ് നമ്മൾ ഈ പെരിഞ്ജീരകം ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടാണ് അരയ്ക്കുക. അതും കൂടെ ഒഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാം. മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നല്ലപോലെ ചെറിയ ജാറിൽ അരച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം. ചെറുനാരങ്ങ നീര് മമ്മി ഇതിലേക്ക് എടുത്ത് വെച്ചില്ല, ഇത് ഒഴിച്ചിട്ടാണ് അരയ്ക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മസാലകളും അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് അരച്ചു കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് അരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മീനിലേക്ക്, ഇതിന് ഇവിടങ്ങളിൽ മാന്തളെന്നാണ് പറയുക. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ നിങ്ങൾ മറക്കരിക്കോ, അതാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് എല്ലായിടത്തേക്ക് ആവണ രീതിയിൽ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ മമ്മിക്ക് ഒട്ടും തന്നെ സമയമില്ല, ഉണ്ണിതാ ഓടിപ്പാഞ്ഞ് പോവാനാണ് നിൽക്കണേ. അപ്പോൾ നമ്മളിത് ഉപ്പും മുളകും പരറ്റി അതിൻ്റെ പിന്നാലേക്ക് തന്നെ വറക്കാൻ തുടങ്ങും. മീന് ഉപ്പും മുളകൊക്കെ തിരുമ്പി മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മമ്മി മാറ്റി വെച്ചു കേട്ടോ. നല്ല രീതിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇനി ഇത് വറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വറക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മീനിവിടെ ഒരുവിധം മറ്റേ ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മമ്മി കുറച്ച് വേപ്പിൻ്റെ ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കാനൊന്ന് നമുക്കിതൊന്ന് മറച്ച് നോക്കാം. രണ്ട് സൈഡും അടിപൊളിയായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മുരിയുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ മമ്മിയുടെ മക്കൾ മീൻ വറുത്ത് നോക്കിയോളാം. അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് മമ്മി ഉണ്ണി വീണ്ടും വരും.